പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം UDF ഭരിക്കുമെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനവധി തവണ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. അദ്ദേഹത്തിനറിയാം കേരളത്തിൽ UDF അധികാരത്തിൽ വരില്ല എന്ന്. അവർക്കുള്ള സീറ്റ് ഇപ്പോൾ നിലവിൽ എത്രയാണ് എന്ന് VD സതീശന് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസ്സിന് 21-22 സീറ്റേ ഉള്ളൂ നിയമസഭയിൽ, മുസ്ലിം ലീഗിന് 15, അങ്ങനെ 4 സീറ്റ് ജേക്കബ് 2-1 അറിയാണ്ടില്ല. RSP രമ 41-42 സീറ്റാണ് അവർക്ക് പ്രതിപക്ഷത്തുള്ളത്. അവർക്ക് ഭരണത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് 30-32 സീറ്റ് അവർക്ക് വേണം. ഇന്ന് കേരളത്തിലെ അവസ്ഥയിൽ, കോൺഗ്രസിൻ്റെ ഈ ദയനീയ അവസ്ഥയിൽ, അവരുടെ കൊള്ളലായ്മ കൊണ്ട് ഉണ്ടായ ദോഷങ്ങൾ കൊണ്ട് അവർക്ക് എത്ര സീറ്റാണ് കൂടുക എന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാലും VD സതീശൻ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാമെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. VD സതീശ, നിങ്ങൾ ശുദ്ധ മണ്ടത്തരം എഴുന്നള്ളിപ്പിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ ഒരു ക്ഷമ പരീക്ഷിക്കരുത്. നിങ്ങൾക്ക് പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾക്കൊരു 10-50 സീറ്റ് കോൺഗ്രസ്സിന് തന്നെ ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ളത് അന്നത്തെ കാലത്ത് LDF UDFിൽ ലീഗിന് 6 സീറ്റ് 8 സീറ്റൊക്കെ അന്നത്തെ കാലത്തുണ്ടാവല്. KM മാണി UDFിലായ കാലത്ത് അവർ ഒരു ഏകദേശം 8 സീറ്റ് 6 സീറ്റ് അങ്ങനത്തെ ആ ലെവലിൽ വരും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഭരണം കിട്ടാറ്. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും തറവാട് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കോൺഗ്രസ്സിന് 50 സീറ്റെങ്കിലും ഉണ്ടാവും. ഇന്നത്തെ അവസ്ഥ 21-22 സീറ്റേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 2001 99 സീറ്റിൽ ഞങ്ങൾ വന്നല്ലോ, പിന്നീട് അത് LDF 100 സീറ്റിൽ വന്നല്ലോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ VD സതീശ, അതിലൊരു പ്രശ്നമുണ്ട്. അന്ന് 2001 PDP പിന്തുണ കൊടുത്തിരുന്നത് UDFിനായിരുന്നു. ആൻ്റണി മുഖ്യമന്ത്രിയായ കാലത്ത്, മുഖ്യമന്ത്രിയായിരിക്കെ അബ്ദുൽ നാസർ മദനി തമിഴ്നാട് ജയിലിൽ നിന്ന് UDF പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് LDFന് പിന്തുണ കൊടുത്ത് LDFിലേക്ക് UDFന്ന് PDP പോരുന്നതോടുകൂടി നിങ്ങളെ അധംപതനം തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് ഭരണത്തിലേക്കുള്ള കാഴ്ച വന്നത് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ, അതും ഞങ്ങളെ ആനുകൂല്യത്തിൽ, അതായത് PDP 67 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് വന്നത്. അതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വന്നത്. അല്ലാതെ നിങ്ങൾക്ക്
കൃത്യമായിട്ട് PDP LDFിൻ്റെ കൂടെ നിന്ന കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ PDP കൃത്യമായിട്ട് LDFിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാനും കൊടിപിടിക്കാനും എല്ലാത്തിനും PDP ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ആ വള്ളം വാങ്ങി വെക്കുക. മുഖ്യമന്ത്രിക്കുള്ള വള്ളമുണ്ടല്ലോ, ആ വള്ളം വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് VD സതീശ അടുത്ത ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ മുഖത്ത് മുണ്ടിടാതെ നടക്കാം. ഇപ്പോൾ പൊട്ടത്തരം വിളിച്ചു കൂവി ജനങ്ങളെ മുന്നിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് നേരെ വരാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഭരണത്തിൽ വരില്ല എന്ന്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്കും അറിയാം. പക്ഷേ അത് നിങ്ങൾ ജനങ്ങളോട് കാര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു വോട്ടുകൾ നിങ്ങളെ പെട്ടിയിലാക്കുന്ന കോലത്തിൽ നിങ്ങൾക്ക് ആക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായൊരു വോട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ അതിലും അധം പതിഞ്ഞ് പോകും. അപ്പോൾ എൻ്റേതായ ഒരു വിലയിരുത്തൽ എന്ന് മാത്രമല്ല, ഒരിക്കലും LDF അല്ലാതെ ഇന്ന് കേരളം ഭരിക്കൂല. അടുത്ത ഈ 9-ാം തീയതി, ഇപ്പോൾ നാളല്ല മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ പോയി ജനങ്ങൾ വിലയിരുത്തി അത് 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് LDF മൂന്നാമതും ഭരണത്തിലേക്ക് വന്നു എന്ന് തന്നെയായിരിക്കും. ഓക്കെ.